ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഏറ്റവും ഒടുവിൽ നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ചിരവൈരികളായ അർജന്റീനയോട് നാണം കെട്ട തോൽവി ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. 1-നെതിരെ 4 ഗോളുകൾക്കായിരുന്നു ബ്രസീൽ പരാജയപ്പെട്ടത്. അതിന് പിന്നാലെ വലിയ മാറ്റങ്ങളാണ് ബ്രസീലിയൻ ദേശീയ ടീമിനകത്ത് സംഭവിച്ചത്. പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ പുറത്തായിരുന്നു. പ്രസിഡന്റായ എഡ്നാൾഡോക്കും തൻ്റെ സ്ഥാനം നഷ്ടമായി. പുതിയ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടിയും പുതിയ പ്രസിഡന്റ് ആയിക്കൊണ്ട് സമീർ സൗദും ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ മത്സരത്തിലെ ആ വലിയ തോൽവിയെക്കുറിച്ച് ആഞ്ചലോട്ടി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ആരാധകർ ഒട്ടും ഹാപ്പിയല്ല. അർജന്റീനയോട് ഏറ്റുവാങ്ങേണ്ടി വന്ന ആ ഒരു പരാജയം അത് ഒരിക്കലും നല്ല കാര്യമല്ല എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുക, അടുത്ത വേൾഡ് കപ്പ് അടിക്കുക, അതാണ് തങ്ങളുടെ പ്ലാൻ എന്ന് ഇപ്പോൾ ആഞ്ചലോട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു ബ്രസീലിൻ്റെ പരിശീലകൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം ഇവിടെയുണ്ട്. എനിക്ക് ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. കാര്യങ്ങളെ മികച്ച രൂപത്തിൽ കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാവിധ ടൂൾസുകളും അഥവാ ഉപകരണങ്ങളും എനിക്ക് ഇവിടെ ലഭ്യമാണ്. അവസാന മത്സരത്തിന്റെ കാര്യത്തിൽ ആരാധകർ ഹാപ്പി അല്ല എന്നുള്ളത് എനിക്കറിയാം. അർജന്റീനയോട് തോറ്റത് ഒരു നല്ല കാര്യമല്ല. പക്ഷെ ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീലിനെ ചാമ്പ്യന്മാരാക്കണം. അത് മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മികച്ച രൂപത്തിൽ കാർലോ ആഞ്ചലോട്ടി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ബ്രസീലിയൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള ആദ്യത്തെ മത്സരം നാളെയാണ് നടക്കുക. എതിരാളികൾ ഇക്വഡോറാണ്. ഈ പരിശീലകനെ വിജയിച്ചുകൊണ്ട് തുടങ്ങാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.